ഇത്തവണത്തെ ഓണത്തിന് മുന്നോടിയായി തിയേറ്ററുകളിലേക്കെത്തിയ സിനിമയിൽ പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം. കക്ഷി അമ്മിണിപ്പിള്ള എന്ന സിനിമയ്ക്ക് ശേഷം ദിൻജിത്ത് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ MP A റഹീം ആസിഫിന്റെ കിഷ്കിന്ദ കാണ്ഡം കണ്ട അനുഭവം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ്. ഈ സിനിമ ആസിഫിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ്. പക്ഷേ ആസിഫിന്റെ ഏറ്റവും മികച്ചത് ഇതാകില്ല, ഇത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് MP പറയുന്നത്. കിഷ്കിന്ദ കാണ്ഡം ഒരിക്കൽ കൂടി കാണണം. സസ്പെൻസ് ഇല്ലാത്ത ഒരിക്കൽ കൂടി കാണുമ്പോഴാണ് സിനിമയുടെ കരുത്ത് കൂടുതൽ അനുഭവപ്പെടുക എന്നാണ് തോന്നുന്നത്. ഹെവി സസ്പെൻസ് ആണ് കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ സവിശേഷതകളൊന്ന്. സസ്പെൻസിൻ്റെ കൊടുംഭാരമില്ലാതെ പിന്നെയും ഒരിക്കൽ കൂടി തിയേറ്ററിലിരുന്നാൽ അജയ് ചന്ദ്രനും അപ്പുപിള്ളയും ഓരോ സീനിലും ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമാനമുള്ള മറ്റൊരു കഥ പറയുന്നത് കാണാം. ശ്യാമപ്രസാദിൻ്റെ ഋതു മുതൽ ആസിഫിൻ്റെ ഏതാണ്ട് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഓരോ സിനിമയിൽ നിന്നും ആസിഫ് കൂടുതൽ ലേൺ ചെയ്യുകയായിരുന്നു. വരാനിരിക്കുന്ന ആസിഫിൻ്റെ മികച്ച വേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് അയാളുടെ ഓരോ സിനിമയും. കിഷ്കിന്ദ കാണ്ഡത്തിലേത് ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ്. പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും മികച്ചത് ഇതാകില്ല, അത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് പറഞ്ഞത്. ആസിഫ് അജയ് ചന്ദ്രനിൽ നിന്നും കൂടുതൽ ലേൺ ചെയ്ത് ഇതിനേക്കാൾ ശക്തമായ കഥാപാത്രത്തെ നമുക്ക് അടുത്ത സിനിമയിൽ തരും. കിഷ്കിന്ദ കാണ്ഡയിലെ ചില രംഗങ്ങളിൽ ആസിഫ് നമ്മളെ വിസ്മയിപ്പിക്കും. സിനിമയുടെ സസ്പെൻസിലേക്ക് ഈ കുറിപ്പ് അതിക്രമിച്ച് കടക്കാതിരിക്കാൻ ഇപ്പോഴും എൻ്റെ മനസ്സിനെ പിന്തുടരുന്ന ആ രംഗങ്ങൾ ഇവിടെ എഴുതുന്നില്ല. കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ഒരിക്കൽ കൂടി കാണുമ്പോൾ ആ മുഹൂർത്തങ്ങൾ കൂടുതൽ ഹൃദയഹാരിയായിരിക്കും. അതുപോലെ മറ്റൊരു കഥയുമായിരിക്കും. കിഷ്കിന്ദയുടെ ശക്തമായ സ്ക്രിപ്റ്റിനെ കുറിച്ച് പരാമർശിക്കാതിരിക്കാനാകില്ല. ടിക്കറ്റ് കിട്ടാത്ത വിധം തിയേറ്ററുകൾ നിറഞ്ഞു കവിയുന്നതിൽ സ്ക്രിപ്റ്റിനും മേക്കിങ്ങിനും നിർണായക റോളുണ്ട്. കിഷ്കിന്ദ ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയല്ല, ചിരിപ്പിക്കുന്ന ഹരം കൊള്ളിക്കുന്ന ഒരു ഓണപ്പടം അല്ല. നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന, തിയേറ്റർ വിട്ടാലും പ്രേക്ഷകരെ ഏറെ നേരം പിന്തുടരുന്ന ഒരു ഹെവി സിനിമ. എന്നിട്ടും ഈ ഓണക്കാലം കിഷ്കിന്ദ തൂക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ആ പടത്തിൻ്റെ കരുത്ത് കൊണ്ടാണ്, വ്യത്യസ്തത കൊണ്ടാണ്, അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ടാണ്. സിനിമയുടെ കരുത്ത് അതിൻ്റെ കാസ്റ്റിംഗ് കൂടിയാണ്. ആസിഫും വിജയരാഘവനും അപർണ ബാലമുരളിയും ജഗദീഷും അശോകനും മുതൽ ആസിഫിൻ്റെ മകനായി അഭിനയിച്ച കുട്ടി വരെ എല്ലാ കഥാപാത്രങ്ങളുടെയും കൃത്യമായ കാസ്റ്റിംഗ് സിനിമയെ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പുപിള്ള മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളൊന്നായി മാറിയിട്ടുണ്ട്. വിജയരാഘവൻ്റെ വിരലുകൾ പോലും അഭിനയിക്കുകയായിരുന്നു. കഥാപാത്രത്തിൻ്റെ അതിസങ്കീർണമായ മനോവ്യവഹാരങ്ങളെ വിജയരാഘവൻ എന്ന മഹാപ്രതിഭ അങ്ങേയറ്റം തന്മയത്വത്തോടെ തന്നെ ചെയ്തിട്ടുണ്ട്. വലിച്ചു നീട്ടില്ലാതെ കഥ പറഞ്ഞു എന്നതാണ് സിനിമയുടെ മറ്റൊരു ഭംഗി. സിനിമയുടെ പേര് തിരഞ്ഞെടുത്തതിൽ പോലും ബ്രില്യൻസ് കാണാൻ കഴിയും. ബ്രില്യൻസ് കാണാൻ കഴിയും. മലയാളത്തിലെ ഹെവി സസ്പെൻസ് ത്രില്ലറുകളിൽ ഏറ്റവും മികച്ചൊന്നാണ് കിഷ്കിന്ദ കാണ്ഡം. ഏറ്റവും കുറഞ്ഞത് 2 തവണ കാണേണ്ട സിനിമ. ഇങ്ങനെയാണ് A റഹീം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.